രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞു വന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി മാധ്യമങ്ങളെ വിളിച്ച് എന്തൊക്കെ ആഡംബരവും അട്ടഹാസവും ഒക്കെയാണ് കാണിച്ചത്. അതായത് രാഹുൽ മാങ്കൂട്ട ഇതൊക്കെ പ്രേക്ഷകർ കേട്ടതാണ്, പ്രേക്ഷകർ അതിന് കൃത്യമായി മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടം കോഴിയാണ്, രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്, രാഹുൽ മാങ്കൂട്ടം ലൈംഗിക വൈകൃതമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചേച്ചി രംഗത്തെത്തിയത്. പലരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ചേച്ചിക്ക് എങ്ങനെ അറിയാമെന്ന്. ആ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നില്ല. കാരണം ചേച്ചി പഞ്ച് ഡയലോഗൊക്കെ അടിച്ച് വന്നത് കുറെ കാര്യങ്ങൾ ഇപ്പോൾ സമൂഹത്തിന് മുന്നിൽ ഞാനിതാ അവതരിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി വന്നിട്ട് അവസാനം ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നുപോയി എന്നാണ് പറയുന്നത്. ക്യാമറയിൽ അവസാനം നിങ്ങളൊക്കെ എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി വല്ലാത്ത പിന്നെ ആ സന്തോഷവും ചിരിയും ഒക്കെ കാണിക്കുന്നതൊക്കെ കണ്ടതാണ്. അതായത് ഒരാളെ എങ്ങനെ നശിപ്പിക്കണം എന്ന് കൃത്യമായ ഗൂഢാലോചനയോടുകൂടി വന്നിരുന്ന് മാധ്യമങ്ങളെ കണ്ട് ചിലപ്പോൾ പല മാധ്യമങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാകാം, പലരുടെയും നിർദ്ദേശപ്രകാരമായിരിക്കാം ഇത്തരമൊരു പിന്നെ എന്താ പറയുക വാർത്താ സമ്മേളനവുമായി പഞ്ച് ഡയലോഗുമായി ചേച്ചി രംഗപ്രവേശനം ചെയ്തത്. അപ്പോൾ അതിന്റെ മുന്നോടിയൊക്കെ ആയിരിക്കും ഇത്, നമുക്കറിയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടം DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഗൂഢാലോചന വകുപ്പ് കൂടി ചുമത്തിയാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതി പോലീസ് കൃത്യമായി അന്വേഷിച്ചാൽ, ഈ രാഹുൽ മാങ്കൂട്ടം കൊടുത്തതുകൊണ്ട് പോലീസ് അത് അന്വേഷിക്കുമോ എന്നറിയില്ല. പറഞ്ഞിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒരു പുരുഷനെ അയാൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ആളുകൾ പല സ്ത്രീകളും രംഗത്തെത്തി പരാതി നൽകിയ കാര്യങ്ങൾ കോടതിയിലിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീയോട് പിന്നെ ഒരു സ്ത്രീ വന്ന ഒരു പുരുഷനെ കുറിച്ച് അയാൾ കോഴിയാണ്, അയാൾ ലൈംഗിക വൈകൃതമുള്ളവനാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ ഒരു കുഴപ്പവുമില്ലാതെ സമൂഹത്തിൽ ഇറങ്ങി ഇപ്പോഴും നടക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ ശരിക്കും സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എത്രത്തോളമാണ് എന്നുള്ളതിന് ഉദാഹരണമാണ്. അതായത് ഒരു പുരുഷനെ എന്തും പറയാം, ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. പുരുഷൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അതിലൊരു മാറ്റവുമില്ല, അതിലൊരു തെറ്റുമില്ല. അത് കോടതിയിൽ വിശ്വാസമുണ്ട്, നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്, ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ കോഴിയാണെന്നും ലൈംഗിക വൈകൃതമുള്ളവനാണെന്നും ഒക്കെ പറഞ്ഞൊരു പുരുഷനെ വളരെ മോശമായി അധിക്ഷേപിച്ചിട്ടും ഒരു സ്ത്രീ ഇവിടെ ഒരു കുഴപ്പവുമില്ലാതെ സമാധാനത്തിൽ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട് എങ്കിൽ ഇത് ഒരു പുരുഷനാണ് പറഞ്ഞതെങ്കിൽ ആ പുരുഷനും സമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങാനുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇതൊരു പുരുഷനാണ് പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും അയാളിപ്പോ ജയിലിനുള്ളിൽ കടന്നേനെ. കാരണം രാഹുൽ ഈശ്വർ എന്തിനാണ് ജയിലിൽ പോയതെന്ന് ചോദിച്ചാൽ, രാഹുൽ ഈശ്വർ മറ്റാരോ ഇട്ട ഫോട്ടോ, അത് പിന്നെ പലരും പറഞ്ഞ് വേറൊരാൾ ഇട്ട ഫോട്ടോ, ആ ഫോട്ടോ ഇന്ന ഫേസ്ബുക്കിലുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് രാഹുൽ ഈശ്വർ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നത്. അപ്പോ പുരുഷനൊരു നീതി, സ്ത്രീക്കൊരു നീതി, ഇതൊക്കെ പിന്നെ എന്താ പറയുക വലിയ രീതിയിൽ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിപ്പോ മനസ്സിലായി കാണാം ചേച്ചി ആരാണെന്ന്. MA ഷഹനാസ് ആണ് ചേച്ചി. ചേച്ചിക്ക് ആരെക്കുറിച്ച് എന്തും പറയാം. ചേച്ചിയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സൈബർ ബുള്ളിങ് ആണ്, എന്നെ തേജോവധം ചെയ്യുകയാണ്, എന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ എന്താ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോയി വെല്ലുവിളിക്കണ്ടേ? 2020 കർഷക സമരത്തിന് രാഹുൽ മാങ്കൂട്ടം ഏതോ ഹോട്ടലിൽ വിളിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അതിനുശേഷം 2024 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പിന്നെ UDFന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് പോയി ഈ കൂടെ പിന്നെ റൂം എടുക്കാന്ന് പറഞ്ഞ് വിളിച്ച ആളിന്റെ കൂടെ ഇരുന്നാണ് ചായ കുടിച്ചത്. ഗൾഫിലൊരു പ്രോഗ്രാമിൽ അയാളെ പരിപാടിയിൽ പങ്കെടുക്കാൻ അയാളെ വിളിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ അതിജീവിതമാരെന്ന് പറയുന്ന അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറയുന്നത്. അതിന് ചേച്ചി പറഞ്ഞ ന്യായീകരണം, ഞാൻ നിരപരാധിയാണെന്ന് ഒരാൾ പറഞ്ഞാൽ എനിക്കത് വിശ്വസിച്ചല്ലേ പറ്റൂ എന്നുള്ളതാണ്. അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒരാൾ ഇവ പണ്ടേ കോഴിയാണെന്ന് എനിക്കറിയാം എന്നാണ് ചേച്ചി പറയുന്നത്. അങ്ങനെ പണ്ടേ കോഴിയായ ഒരുത്തൻ വന്നിട്ട് പറയുകയാണ് ഞാൻ ഇതിലൊന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഷഹനാസ് ചേച്ചി വിശ്വസിച്ചത്? അല്ല, അതിലൊരു പൊരുത്തക്കേട് മനസ്സിലാവുന്നില്ല. പിന്നെ പല ആളുകളും പറയുന്നുണ്ട്, ഈ പല ചേച്ചിമാരുടെയും പഴയ ലീലാവിലാസങ്ങളൊക്കെ പലരും എടുത്തിട്ട് അലക്കുന്നുണ്ട്. നമുക്കറിയില്ല അതിലെ സത്യാവസ്ഥ. ചേച്ചി പണ്ട് പിന്നെ ഗുരുവായൂരിലെ ഒരു കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് IAS എന്താണെന്ന് പോലും അറിയാത്ത ചേച്ചി IAS പരീക്ഷ എഴുതി അതിൽ ഉന്നത റാങ്ക് കിട്ടിയെന്ന് പറയുന്നു. അതിനുശേഷം ഉന്നത റാങ്ക് കിട്ടിയതിനു ശേഷം അവിടുത്തെ പ്രിൻസിപ്പളും ആളുകളും ഒക്കെ കൂടെ ചേർന്ന് ചേച്ചിക്കൊരു അനുമോദനമൊക്കെ സ്വീകരണമൊക്കെ നൽകി. പിന്നീടാണ് കോളേജിന് തെറ്റ് മനസ്സിലായത്. പിന്നീട് ആ ചേച്ചി ആ പരിസരത്തോട്ട് പോയിട്ടില്ല എന്നാണ് പറയുന്നത്.
പഞ്ചു ഡയലോഗൊക്കെ അടിച്ച ചേച്ചി ഇതിലൊരു വ്യക്തതയുമായി വന്നിട്ടില്ല. അതിനുശേഷം +2 പഠിക്കാൻ വന്ന സമയത്ത് ചേച്ചിക്ക് ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് ചേച്ചി വന്നത്. കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞും ഉണ്ടെന്ന് പറയുന്നത്. പിന്നീട് ഡിഗ്രിക്ക് വന്ന സമയത്ത് ആ കുഞ്ഞ് ഇത്താത്തയുടെ കുഞ്ഞാണെന്നാണ് പറഞ്ഞത്. കാരണം ചേച്ചിയുടെ ഒരു നിലപാടുകളുടെ ഒരു വെള്ളം ചേർക്കാത്ത വ്യക്തതയാണ് ആളുകൾ പരസ്യപ്പെടുത്തുന്നത്. നമ്മളല്ല ഇത് പറയുന്നത്, ഇത് മറ്റു പലരും പറയുന്നതാണ്. അതിലെ സത്യാവസ്ഥ നമുക്കറിയില്ല, സ്ഥിരീകരണം നമുക്കറിയില്ല. പലരും വ്യക്തമായ തെളിവുകളോടൊക്കെ വന്ന് പലരും പറയുന്നത് കേട്ടു. അതിൽ വ്യക്തത വരുത്തേണ്ടത് ചേച്ചിയാണ്, MA ഷഹനാസ് ആണ്. ഷഹനാസ് ചേച്ചി വന്ന് പറയണം അത് തെറ്റാണ്, ഇങ്ങനെ പറഞ്ഞവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറയണം. അങ്ങനെയാണ് എങ്കിൽ ആ പറഞ്ഞവർ പലരും ഇത് തിരുത്താൻ തയ്യാറാകാം, ചിലപ്പോൾ അറിയില്ല. എന്തായാലും ഇത്തരം ചില ലീലാവിലാസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പലരും ചില വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് കണ്ടു. പലരും പല കാര്യങ്ങളും അതിലൂടെ വ്യക്തത വരുത്തി പറയുന്നതുണ്ട്. അതായത് വിവാഹിതയാണ്, ഒരു കുഞ്ഞുണ്ട്, പിന്നീട് പിന്നെ വിവാഹം കഴിച്ച ആളെ മാറ്റിയിട്ട് മറ്റൊരാളുമായി പിന്നെ റിലേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരാളുടെ സ്വകാര്യതയാണ്, നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. എന്തായാലും ഇനി ദുബായിൽ നിന്നും പല സ്ഥലത്തു നിന്നും പലരും പത്രസമ്മേളനമൊക്കെ നടത്താന്നൊക്കെ പറഞ്ഞാണ് പലരും ഇതുമായി രംഗത്തെത്തുന്നത്. നമുക്കൊരാളെ കുറിച്ച് പിന്നെ എന്താ പറയുക, ഇപ്പൊ സുപ്രീം കോടതി തന്നെ പറഞ്ഞു, വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം രാഹുൽ ഈശ്വർ ഇക്കാര്യങ്ങളൊക്കെ ഒരു ചാനലിൽ ഇരുന്ന് പറയുമ്പോൾ ഷഹനാസ് ഉണ്ട് അതിൽ ചർച്ചയ്ക്ക്. ഷഹനാസ് ഇരുന്ന് വെള്ളം കുടിക്കുന്നു. കാരണം ഇനി മറുപടി പറയാനൊന്നും ഇല്ലല്ലോ, വലിയ ആളാവാനായിട്ട് മറ്റേ രാഹുലിനെ ഇപ്പോൾ വലിച്ചു കീറി അങ്ങ് ഒട്ടിക്കാം. അടുത്ത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നെ എന്താ പറയുക സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനുള്ള എല്ലാ ഇതും ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരി, രാഹുൽ ഈശ്വർ ചോദിച്ചതാണ്, യഥാർത്ഥ കോൺഗ്രസ്സുകാരി കോൺഗ്രസിനെ കൊങ്ങി എന്ന് വിളിക്കുമോ? ശരിയാണ്, യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാൾ ആ പാർട്ടിയെ കൊങ്ങികൾ എന്ന് വിളിക്കുമോ? കമ്മികളെന്ന് ഞാൻ പറയുന്നില്ല, കൊങ്ങികളാണ് എന്നാണ് പറയുന്നത്. അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് ആ വിശ്വസിക്കുന്ന പാർട്ടിയെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോവുക. നമുക്ക് എല്ലാവരെയും കുറ്റം പറയാം. നമ്മൾ 100% ശരിയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തുള്ള എല്ലാവരെയും കുറ്റം പറയാം. കാരണം നമ്മൾ 100% പെർഫെക്റ്റ് ആണല്ലോ, എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും കുറ്റം പറയാം, ഓടി നടന്ന് നമുക്ക് കുറ്റം പറയാം. കാരണം നമ്മളെല്ലാത്തിലും പെർഫെക്റ്റ് ആണല്ലോ. പക്ഷേ അങ്ങനെ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആരെയും കുറ്റം പറയാം, ആരെ വേണമെങ്കിലും നമുക്ക് കുറ്റം പറയാം. നമുക്ക് ഇത്തരത്തിൽ വീഴ്ചകൾ നമ്മുടെ ഭാഗത്തൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ പിന്നെ എല്ലാത്തിലും നമ്മൾ പിന്നെ 100% നിലവാരവും നിലപാടും വ്യക്തതയും ഒക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് മറ്റൊരാളെ വിരൽ ചൂണ്ടാം, മറ്റൊരാളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, മറ്റൊരാളെ വലിച്ചു കീറാം, സമൂഹത്തിൽ മറ്റൊരാൾക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, നമുക്ക് എന്തും ചെയ്യാം. പക്ഷേ നമ്മൾ ശരിയല്ലാതെ വേറൊരാളെ ചൊറിയാൻ പോയാൽ അയാൾ നമ്മളെ പിടിച്ചങ്ങ് വല്ലാണ്ട് മാന്തും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് ദേഹം പൊളിയുന്നത് പോലെ അങ്ങ് മാന്തും. ആ മാന്തലാണ് ഇപ്പോൾ MA ഷഹനാസിന് കിട്ടിയത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വെള്ളപൂശികയല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് പറയാനുള്ളത് കേരളീയ സമൂഹം കേട്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും പറയുന്നുമില്ല. അയാൾ എന്തെങ്കിലും വാ തുറന്ന് പറഞ്ഞാൽ അത് PR വർക്കായി, ബ്ലാക്ക്മെയിലായി, അയാൾ സമൂഹത്തെ, സ്ത്രീകളെ വഞ്ചിക്കുന്നവനായി, അയാൾ പാർട്ടിക്ക് വേണ്ടാത്തവനായി. കാരണം അയാൾ മിണ്ടാൻ പാടില്ല. അതായത് നീ എന്നെ പീഡിപ്പിച്ചു, നീ എന്നെ ബലാത്സംഗം ചെയ്തു, നീ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊരു പെണ്ണ് വന്ന് പറഞ്ഞാൽ ഇതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വായു മടക്കി പിടിച്ച് പിന്നീട് അയാളുടെ രാഷ്ട്രീയ ജീവിതം, അയാളുടെ സാമൂഹ്യ ജീവിതം, അയാളുടെ കുടുംബപരമായ എല്ലാം അയാൾ ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ വനവാസത്തിന് പോകണം. അയാൾ മിണ്ടാൻ പാടില്ല. അയാൾ സംസാരിക്കാൻ പോയാൽ അത് PR വർക്കായി, അയാൾക്ക് മത്സര രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള കാര്യമായി, അങ്ങനെ പലതുമായി. അതായത് നീ ഇനി വരുമ്പോൾ ബ്രേസിയർ ഇടാതെ വരുമോ എന്നൊരു മാധ്യമ പ്രവർത്തകൻ സ്ഥിരമായ ഒരു മാധ്യമ പ്രവർത്തകയോട് ചോദിച്ചത് ഇവിടുത്തെ കുറെ ഊളകളായ മാധ്യമ പ്രവർത്തകർ കണ്ടിട്ടില്ല. അങ്ങനെ തന്നെ പറയണം. കുറെ ഊളകളായ മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇവരുടെയൊക്കെ സ്ഥാപനത്തിൽ ഓരോ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക ചുവയോടുള്ള വർത്താനം, ലൈംഗികപരമായ ഇടപെടൽ, പിന്നെ ലൈംഗികപരമായ നമ്മുടെ പിന്നെ എന്താ പറയുക, നമുക്കുള്ളിൽ കുറെ പുഴിക്കുത്തുകൾ ഉണ്ടായിട്ട് നമ്മളതൊക്കെ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും അവരെ നന്നാക്കാനും നമുക്ക് എന്താണ് യോഗ്യതയുള്ളത്? നമുക്കൊരു യോഗ്യതയില്ല. അതിപ്പം എത്ര കൊലകൊമ്പത്തെ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാലും മാധ്യമപ്രവർത്തകരും നിയമത്തിന് അതീതർ തന്നെയാണ്. ഒരു പിന്നെ കൊമ്പും ഇവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകർക്കും ഇല്ല.
ഈ വിവാഹിതയായ ഒരു സ്ത്രീയോട് നാളെ വരുമ്പോൾ ബ്രേസിയർ ഇടാതെ വരുമോ, അല്ലെങ്കിൽ സ്ഥിരം ബ്രേസിയർ ഇടാതെ വരുമോ എന്നൊരുത്തൻ ഒരു ഞരമ്പ് രോഗിയായ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടൻ ചെയ്തതും അതുപോലെ തന്നെ. അവിടെയും വിവാഹിതയാണ്, ഇവിടെയും വിവാഹിതരാണ് സ്ത്രീകളൊക്കെ. പിന്നെ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണെങ്കിൽ അത് കോടതി പോലും അംഗീകരിച്ച കാര്യമാണ്. പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിക്രൂരമായ ബലാത്സംഗം ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഒരു പുരുഷനെ പിന്നീട് വിഷുക്കണിയായി കാര്യങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഓരോന്ന് പിന്നെ എന്താ പറയുക ഓർഡർ ചെയ്ത് കൊടുക്കുക, ഇതൊന്നും അറിയില്ല. ചിലപ്പോൾ ഓരോരുത്തരുടെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കും. എന്തായാലും അതിജീവിതമാരെ ഒന്നും പറയുന്നില്ല, കാരണം അതിജീവിതമാരുടെ കേസുകൾ മുഴുവൻ കോടതിയിലിരിക്കുകയാണ്. കോടതി അതിൽ കൃത്യമായ തീരുമാനം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചപ്പോൾ കോടതി കൃത്യമായ നിരീക്ഷണം നടത്തി, അത് കൃത്യമായി പറഞ്ഞ് ഇതാക്കി കോടതി പോലീസിനെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തത്. രാഹുൽ മാങ്കൂട്ടം ജനപ്രതിനിധി ആയി മത്സരിക്കും, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പിന്നെ പാലക്കാട് മത്സരിക്കുമോ, അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അതൊന്നും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വന്നിരുന്ന ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് അതിൽ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുമോ എന്നൊന്നും അറിയില്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ റിനി എവിടെയാണ്? റിനിയെ വെല്ലുവിളിച്ചല്ലോ കോൺവെർസേഷൻ പുറത്തുവിടാൻ. റിനി എവിടെയാ? പിന്നെ ഷഹനാസിനെ വെല്ലുവിളിച്ച് ഷഹനാസ് എന്ന കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ആളുകൾ എടുത്തിട്ട് അലക്കി. ഷഹനാസ് എവിടെയാ? പിന്നെ അതുപോലെ എത്ര ആളുകളെ രാഹുൽ മാങ്കൂട്ട, ഹണി ഭാസ്കർ, ജസ്ല മാടശ്ശേരി 2017 കുറെ ചാറ്റുമായി വന്നു. ജസ്ല പറഞ്ഞ കാര്യങ്ങൾ അവിടെ. അപ്പോ രാഹുലിനെ വെള്ളം പൂശുകയോ രാഹുൽ മാങ്കൂട്ട തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഒരു സ്ത്രീയും, യഥാർത്ഥത്തിലുള്ള സ്ത്രീകൾ, രാഹുലിനെ സത്യസന്ധമായി സ്നേഹിച്ച് കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച സ്ത്രീകളുണ്ട് എങ്കിൽ അവര് രാഹുൽ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും രാഹുലിന് മാപ്പ് കൊടുക്കാൻ കഴിയില്ല, രാഹുലിനെ ഒരു ജനപ്രതിനിധിയെ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ട് തീയിലേക്ക് എടുത്തു ചാടിയവരോട് ഒന്നും പറയാനില്ല. ഷഹനാസ് ചില കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തണം, അത് മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ വ്യക്തത വരുത്തണം.